ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ ക്ലിയറൻസ് സെയിലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാറ്റൻ ബോയാണ്, മെയിനായിട്ട് സാറ്റൻ ബോയാണ്. അതുപോലെ തന്നെ സാറ്റൻ റിബണും. ഇതാണ് നമ്മളിന്നത്തെ മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കിറ്റായിട്ടാണ്, ചെറിയൊരു കിറ്റായിട്ടാണ്. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഈ സാറ്റൻ ബോ നമ്മളിങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സാറ്റൻ ബോക്ക് നിങ്ങൾക്ക് വെറും 3 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. കാരണം ഞാനിത് ഫുള്ള് പുതിയ സ്റ്റോക്ക് എടുത്താൽ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ തോന്നില്ല പുതിയതാണ്, ഫുള്ള് പുതിയ സ്റ്റോക്ക് എടുത്തത്. അതായത് നോക്കിയേ, വൈറ്റാണിത്, പുതിയ ഡിസൈൻ അല്ല കേട്ടോ, വൈറ്റാണ്. കാരണം ക്രിസ്മസിന് നമ്മൾ വൈറ്റ് വെക്കാൻ വേണ്ടി എടുത്ത പീസാണിത്. ഫുള്ള് തുരുമ്പായതല്ല, നമുക്ക് ഇങ്ങനെ തന്നെയാണ് വന്നത്, ഫുള്ള് ഇങ്ങനെയാണ് വന്നത് കണ്ടോ, ഫുള്ള് ഡാമേജാണ്. അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലും ഞാൻ പല കളർ കൊടുത്തിരുന്നതാണ്, പല കളർ നല്ല വെറൈറ്റി കളേഴ്സൊക്കെ കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇതാ നമുക്ക് എത്തിയത് ഫുള്ള് ഇതുപോലെയാണ് കണ്ടോ. അതുപോലെ തന്നെ നോക്കിയാൽ റെഡ് ഓറഞ്ചൊക്കെ നമ്മൾ ഒറ്റ പീസാണ്, ഒറ്റ പീസെന്ന് വെച്ചാൽ 50 പീസിൻ്റെ ഒരു കെട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതാക്കിയ 4 കെട്ട് എനിക്ക് ആ ഓറഞ്ച് തന്നെയാണ് വന്നത്. ഓറഞ്ച് മാത്രം 4 കെട്ട് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിരുന്ന വേറെ ഒരു ഒരു കളർ, നമുക്ക് മെയിനായിട്ട് നല്ല നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ അങ്ങനത്തെ കളർ ഒന്നും വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ ഈ ഐറ്റമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഓഫറിലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്കിത് ഞാനിതൊരു വെറുതെ ഇത് ഉപയോഗമില്ലാതെ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്ക് സാറ്റിൻ ബോ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് സാറ്റിൻ ബോ അല്ല, സാറ്റിൻ റിബൺ വെച്ചിട്ട്, അങ്ങനെയാണ് ഞാൻ സാറ്റിൻ റിബണും ഇതും കൂടെ കൊണ്ടുവന്നത്. നിങ്ങൾക്കപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല കളറിലെ സാറ്റിൻ റിബണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സാറ്റിൻ ബോ ഇതുപോലത്തെ കളറൊക്കെ കിട്ടാറില്ല. അതാ ഈ ഒരു പച്ചയൊന്നും നമുക്ക് സാറ്റിൻ ബോ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. ക്രീമൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് വളരെ കുറവായിരിക്കും ക്രീമും. അതുപോലെ തന്നെ മെറൂണ്. അപ്പോൾ നല്ല ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചുറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇത് വെച്ച് തന്നെ ബോ ചെയ്തെടുക്കാം. പക്ഷേ ഇതിനകത്ത് ഫുള്ള് ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലാത്ത പീസും ഉണ്ട്. ഇതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എല്ലാം നമ്മൾ ആ ഒറ്റ പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത്. അല്ല, നല്ല നമ്മൾ നോക്കിയിട്ട് ചീത്തത് മാത്രം ആ ഒരു റേറ്റിൽ ഇട്ടിട്ടല്ല കൊടുക്കുന്നത്. നല്ല പീസും അതിനകത്ത് ഉണ്ടാകും, അതുപോലെ തന്നെ മോശം പീസും ഉണ്ടാകും. അത് ഞാൻ എടുത്ത് പറയുവാണ്. നല്ലത് മാത്രമല്ല, എന്നാൽ മോശം മാത്രവുമല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. യെല്ലോയിൽ ഫുള്ളൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ചെറിയ ചെറിയ ഡാമേജുകളുണ്ട്. ഫുള്ള് നമുക്ക് വന്നത് വൈറ്റിലാണ്. വൈറ്റ് ഫുള്ള് പാളിപ്പോയി, എല്ലാം അതുപോലെ തന്നെയായി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വൈറ്റാണ് എടുത്തിരുന്നത് അതിൽ. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വൈറ്റാണ് എടുത്തത്. വൈറ്റിലാണ് ഈ ഒരു പ്രശ്നം എനിക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫറിൽ വെക്കുന്നത്. സാറ്റിൻ ബോയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്ലിയർ ആയെന്നും തോന്നുന്നു. നിങ്ങൾ അതനുസരിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. സാറ്റൻ ഇതിൻ്റെത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ, കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് പറയാവുന്നതാണ്. ഇത്രയും കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കിറ്റ് കാണണ്ടേ, ഇതാണ് കിറ്റ് വരുന്നത് കണ്ടോ. 15 പീസാണ് കേട്ടോ സാറ്റിൻ ബോ വരുന്നത്. നോക്കിക്കോ, 15 പീസ്. അതിൽ ഞാൻ വൈറ്റ് നമുക്ക് 2 പീസ്, 15 പീസിൽ 2 പീസ് മാത്രം നമ്മൾ വൈറ്റ് വെക്കത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും വെക്കത്തില്ല, 2 പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി കളേഴ്സ് എല്ലാം മിക്സ്ഡ് ആയിട്ടായിരിക്കും. എത്ര പീസ് നമുക്ക് പറയാൻ പറ്റില്ല, മിക്സ്ഡ് ആയിട്ടായിരിക്കും. 15 പീസാണ് സാറ്റിൻ്റെ. നല്ല പീസും ഉണ്ടാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നല്ല അതും ഉണ്ടാവുമ്പോൾ. റെഡ് ഇതൊന്നും കുഴപ്പമില്ല, ഗ്രീനൊന്നും വലിയ നല്ല തന്നെയാണ് കേട്ടോ. സാധാരണ നോർമലി നിങ്ങൾ 10 രൂപ റേറ്റ്, 9 രൂപ 8 രൂപ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുമല്ലോ, ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ആ ഒരു കളറൊക്കെ വരുന്നത്. ചിലത് മാത്രമേ ചെറിയ ഡാമേജ് വരുന്നുള്ളൂ. ഇപ്പോൾ സാറ്റിൻ ബോ 15 പീസ്. പിന്നെ റിബൺ 1 ഇഞ്ചിൻ്റെ 4 പീസായിരിക്കും ഉണ്ടാകുന്നത്. 4 ഇഞ്ച് 1 പീസ്, 1 ഇഞ്ചിൻ്റെത്. അതുപോലെ തന്നെ 1/2 ഇഞ്ചിൻ്റെത് 4 പീസ് ഉണ്ടാകും. പിന്നെ പോളൻ ഒരു 3 പീസ് ഉണ്ടാകും. പിന്നെ നമ്മുടെ ഫ്ലവർ 25 പീസ് ഫ്ലവറാണ് കേട്ടോ വരുന്നത്. 5 പീസ് വെച്ചിട്ട്, ഒരു കളർ 5 പീസ് വെച്ചിട്ട് 25 പീസ് ഫ്ലവർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 കളറിലാണ് വരുന്നത്. 25 പീസായിരിക്കും കേട്ടോ ഫ്ലവർ നമുക്ക് ഡാമേജ് അല്ല കേട്ടോ, നല്ല പീസ് ഫ്ലവർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാമല്ലോ. അതിനകത്ത് ഇപ്പോൾ സാറ്റിൻ ബോ ചുറ്റിയാലും എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത്രയാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയണ്ടേ? പ്രൈസ് വരുന്നത് 189 രൂപ. ഓക്കെ, 189 ഇതിൻ്റെ ഈ ഒരു പ്രൈസ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ സാറ്റിൻ ബോ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. വേറെ ഒന്ന് കളർ സെലക്ടിങ് ഇല്ല പ്രത്യേകിച്ചും. സാറ്റിൻ ബോയിൻ്റെത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത്രയും കളേഴ്സാണ് വരുന്നത്. അതിനകത്ത് മിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ പോളനാണെങ്കിലും കളർ നിങ്ങൾക്ക് വേണ്ട കളർ വേണമെങ്കിൽ നോക്കിയെടുക്കാം കേട്ടോ. കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കണ്ടോ, ഇത് നമ്മൾ സാറ്റിൻ്റെ വൈറ്റ് ആണ് കേട്ടോ. ഞാൻ ഈ വൈറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ ഊരിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ഡാമേജ് പീസ് വരുന്നത് ഇതിനില്ല. ചിലതിന് ഡാമേജ് പീസ് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അറ്റത്ത് ഒന്ന് കട്ട് ചെയ്ത് ഈ സാറ്റിൻ റിബൺ അങ്ങോട്ട് എടുത്ത് മാറ്റാം. സാറ്റിൻ എടുത്ത് മാറ്റിയിട്ട് മുകളിലൂടെ നമുക്ക് നല്ല സാറ്റിൻ ചുറ്റി കൊടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ തന്നെ ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതും ചെയ്തിരിക്കുന്നത് മുകളിലൂടെ തന്നെ ചുറ്റി കൊടുത്തിരിക്കുന്നതാണ്. ആ വൈറ്റാണ് കേട്ടോ. വൈറ്റ് കളഞ്ഞിട്ടൊന്നുമില്ല. കാരണം വൈറ്റ് നമുക്ക് അങ്ങനെ കളഞ്ഞിട്ടെടുക്കാം പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത് കറയാണോ തുരുമ്പാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അത് അങ്ങനെ ആകുമ്പം നമുക്കത് കളയാതിരിക്കുന്നതാണ് നല്ലത്. സാറ്റിൻ ബോ കളയാതിരിക്കുന്നതാണ് നല്ലത്. മുകളിലൂടെ ചുറ്റി കൊടുക്കാം. സാറ്റിൻ റിബൻ്റെ മുകളിലൂടെ ഈ സാറ്റിൻ റിബൺ ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്ലവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, നമുക്കിത് ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അറിയാമല്ലോ എന്തുകൊണ്ടാണ്. നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വൈറ്റിൻ്റെ നിങ്ങൾ നോക്കണ്ട. ബാക്കി കളേഴ്സൊക്കെ എന്തായാലും നിങ്ങൾക്ക് നല്ല വർക്ക് ചെയ്യുവാണെങ്കിൽ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എമൗണ്ടിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. കണ്ടാ, ഇതിപ്പോൾ ചെറിയൊരു മോഡൽ ഞാൻ ചെയ്തതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് വെച്ച് ഇത് ചുറ്റി കൊടുക്കാം. 1/2 ഇഞ്ച് ചുറ്റി കൊടുത്തിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് ഫ്ലവർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. പിന്നെ അതാ ഒരു ബ്ലൂ വെച്ച് ചെയ്തതാണിത്. ഇതിനകത്ത് ഞാൻ താഴത്ത് എൻ്റെ ടേപ്പാണ് കേട്ടോ ഒട്ടിച്ചിരിക്കുന്നത്. എൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഇത് നമ്മുടെ സാറ്റിൻ വെച്ച് തന്നെ ചുറ്റിയെടുത്തിരിക്കുന്നതാണ്. ഇത് വെച്ച് ഒട്ടിച്ചിരിക്കുന്നതാണ്. കണ്ടാ ഇവിടെ നമ്മുടെ ഫ്ലവറും അതുപോലെ തന്നെ പോളനും കൂടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കളർ നോക്കിയിട്ട് പറഞ്ഞല്ലോ ഞാൻ സാറ്റിൻ ബോർഡൊക്കെ കളറുണ്ട്, അതനുസരിച്ചുള്ള പോളൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പരമാവധി അത് തന്നെ നോക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ചെറിയൊരു മോഡൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ആ വൈറ്റിൽ തന്നെ ചെയ്തതാണ്. കാരണം അതാണല്ലോ ഒരു അങ്ങനത്തെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ ഞാൻ വെച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് രണ്ടാണ് ജസ്റ്റ് ഒരു മോഡൽ ഞാൻ ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. റേറ്റ് പറഞ്ഞല്ലോ 189 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേ പേര് പേയ്മെൻറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. ബാക്കി ഇന്നത്തെ വീഡിയോ കൂടെ നോക്കിയിട്ട് ബാക്കി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക. അതിനകത്ത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.